ഇനി പറയാൻ പോകുന്നത് നാനോ കെമിസ്ട്രീനെ കുറിച്ചാണ്. അപ്പോൾ ഒരു നാനോ സയൻസിലുള്ള ഒരു പുതിയ ബ്രാഞ്ചാണ് നാനോ കെമിസ്ട്രി. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രൊഡക്ഷനും മോളിക്കുലാർ ലെവൽസുള്ള പാർട്ടിക്കിളിൻ്റെ റിയാക്ഷനെ കുറിച്ചും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്, നാനോ കെമിസ്ട്രിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ സ്കെയിൽ പ്രിസിഷനുള്ള ഡിവൈസസ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ചസ് ഒക്കെ ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്, നാനോ കെമിസ്ട്രിയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നാനോ കെമിക്കൽ സിസ്റ്റത്തിലൊക്കെ സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ ഇൻറ്ററാക്ഷൻസ് നമുക്ക് എങ്ങനെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ റിയാക്ഷൻസ് അറ്റോമിക് ലെവലിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, നാനോ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അറ്റോമിക് ലെവലിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമുക്കതിന് വേരിയസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമുക്ക് കുറേ ന്യൂ സ്ട്രക്ചേഴ്സ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് നാനോ ട്യൂബ്സ്, നാനോ വയേഴ്സ്, അതേപോലെ വേറെ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള മോളിക്കുലാർ അസംബ്ലീസ് ഒക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇവരൊക്കെ നമുക്ക് എന്തിൽക്കാണ് ലീഡ് ചെയ്തെന്ന് വെച്ചാൽ എക്സെപ്ഷണൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന നാനോ ഡിവൈസസിൽക്കാണ് അവരൊക്കെ ലീഡ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ പറഞ്ഞ നാനോ കെമിസ്ട്രി നമ്മൾ ടെക്നോളജീസിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ടെക്നോളജിയുടെ ഇൻറ്റഗ്രൽ പാർട്ട് ഏത് സ്കെയിലിൽ, നാനോ സ്കെയിലിലാണ് അവർ ആ ഇൻറ്റഗ്രൽ പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നതാണ് എന്ത്, നാനോ ടെക്നോളജി. ഇനി കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് നാനോ സ്കെയിൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന് മീനിങ് വരുന്നത് ഡ്വാർഫ്, സ്മോൾ എന്നുള്ള മീനിങ് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേറൊരു മീനിങ് എന്താ, 1 ബില്യൺത്തിൽ ഒരൊറ്റ പീസ് എന്നുള്ള മീനിങ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, 10⁻⁹ മീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നാനോ എന്ന് പറഞ്ഞാൽ ഡോർഫ് എന്ന് പറയാൻ പറ്റും, 1 ബില്യൺത്ത് എന്ന് പറയാൻ പറ്റും, 10⁻⁹ മീറ്റർ എന്ന് നമുക്ക് അതിനെ ഇംപ്ലൈ ചെയ്യാം. ഇനി വേറെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ 10 ഹൈഡ്രജൻ, ഏറ്റവും സ്മോളസ്റ്റ് ആറ്റമാണ് ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ അതിനകത്ത് 10 ഹൈഡ്രജൻ ആറ്റംസ് ഒരു ലൈനിലൂടെ മേക്കപ്പ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 1 നാനോമീറ്റർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഒരു എയ്ഡൊന്നും യൂസ് ചെയ്യാതെ നോർമൽ ഹ്യൂമൻ ഐസ് കൊണ്ട് വിസിബിൾ ആവുന്ന ചെറിയ തിങ്സിൻ്റെ വലുപ്പം അല്ലെങ്കിൽ ഡയമീറ്റർ പറയുകയാണെങ്കിൽ എത്രയാണ്, 10,000 നാനോമീറ്റർ. അപ്പോൾ ഹ്യൂമൻ ഐസിന് ജസ്റ്റ് വിസിബിൾ ആവുന്ന സ്മോളസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്, 10,000 നാനോമീറ്റർ. അപ്പോൾ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെയറിൻ്റെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്, 50,000 to 80,000 നാനോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചെറുതാണ് ഒരു നാനോ സ്കെയിൽ എന്നുള്ളത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമുക്ക് കമ്പാരിസൺ നടത്തുകയാണ്, ലൈക്ക് നാനോമീറ്ററും മീറ്ററും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ഇരിക്കുക, നമ്മളൊരു ചെറിയ റൗണ്ട് മാർബിൾ പീസിനെ, സ്ഫെറിക്കലായിട്ടുള്ള കുഞ്ഞി മാർബിൾ പീസിനെ നമ്മൾ പ്ലാനറ്റ് എർത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നാനോമീറ്ററും മീറ്ററും തമ്മിൽ അത്രയും ലാർജ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് ടേമാണ് നാനോ പാർട്ടിക്കിൾസ്. അപ്പോൾ മാറ്ററിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നാനോ വേൾഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ആ ഒരു നാനോ വേൾഡിനകത്ത് നമ്മുടെ ആറ്റംസും മോളിക്യൂൾസും അവരുടെ റിയാക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നാനോ പാർട്ടിക്കിൾസിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 100 നാനോമീറ്ററിനേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിനെ നമുക്ക് നാനോ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ സിന്തറ്റിക്കായിട്ടുള്ള, അതായത് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്തവരെയാണ് നമ്മൾ പൊതുവേ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ടേം വെച്ചിട്ട് നമ്മൾ പറയാം. പിന്നെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഫിയർ ലൈക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾസ് വരുന്നതാണ് സിൽവർ നാനോ പാർട്ടിക്കിൾസും ഫുള്ളറീൻസ്. അല്ലാന്നുണ്ടെങ്കിൽ റോഡ് ലൈക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിന് എക്സാമ്പിളാണ് സിലിക്കോൺ ആൻഡ് നിക്കൽ നാനോ വയേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബ് ലൈക്ക് നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാവും, അതിന് എക്സാമ്പിളാണ് കാർബൺ നാനോ ട്യൂബ്സ്, TiO2 നാനോ ട്യൂബ്സ് ഒക്കെ പറയുന്നത്.
അപ്പോൾ നമ്മളിത് പുതിയൊരു ടേം ആണെങ്കിൽ പോലും നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയണം. അപ്പോൾ പണ്ട് മിഡീവൽ പാലസസിലും ടെമ്പിൾസ് ചർച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പല പിങ്ക് ഗ്രീൻ എന്ന് പറഞ്ഞ പല കളേഴ്സിലുള്ള വിൻഡോ ഗ്ലാസ് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ കളർ കിട്ടുന്നത് വിചാരിച്ചാൽ ആ ഗ്ലാസ്സിനകത്ത് അവർ ഡിഫറെൻറ്റ് സൈസ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഇൻകോപ്പറേറ്റ് ചെയ്യും. ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾസ് പല സൈസിലുള്ള ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഗ്ലാസ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് സൈസിനനുസരിച്ച് ആ പാർട്ടിക്കിൾസ് എന്ത് കൊടുക്കും, ഡിഫറെൻറ്റ് കളേഴ്സ് ലൈക്ക് ഓറഞ്ച്, പേർപ്പിൾ, റെഡ്, ഗ്രീൻ കളറെല്ലാം ആ ഗ്ലാസ്സിന് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കും. ഈ നെക്സ്റ്റ് ടേം വരുന്നത് നാനോ സയൻസ്, നാനോ ടെക്നോളജി, നാനോ മെറ്റീരിയൽസ്, നാനോ സ്ട്രക്ചേഴ്സ്, അങ്ങനത്തെ കുറച്ച് ടേംസാണ്. അപ്പോൾ അതിനകത്ത് നാനോ സയൻസും നാനോ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ സയൻസിലും അതുപോലെ ബിസിനസ്സിലൊക്കെ ഉള്ള ഒരു പുതിയ ഫീൽഡാണ് കേട്ടോ, മനസ്സിലാക്കുക. നാനോ സയൻസും നാനോ ടെക്നോളജി അതാ ന്യൂ ഫീൽഡ്സ് ഇൻ സയൻസ് ആൻഡ് ഇൻ ബിസിനസ്. അപ്പോൾ ഇനി എന്താണ് നാനോ സയൻസ്? നാനോ സയൻസിനകത്ത് നമ്മൾ മാറ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏത് സ്കെയിലിൽ? മോളിക്കുലാർ സ്കെയിലിൽ മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതിൽ വരുന്നത്, നാനോ സയൻസ്. ഇപ്പോൾ നമ്മൾ ഒരു മോളിക്യൂൾസ് പറയുകയാണെങ്കിൽ അവിടെ ആറ്റംസ് ഉണ്ട്. ആറ്റംസിനകത്ത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് അങ്ങനെ പറയും. അതുപോലെ തന്നെ നാനോ മെറ്റീരിയൽസിൻ്റെ കമ്പണൻസ് ഏതാണ്? നാനോ സ്ട്രക്ചേഴ്സാണ്. മനസ്സിലാക്കുക, നാനോ മെറ്റീരിയൽസിൻ്റെ കമ്പണൻറ്റ് എന്താണ്? നാനോ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ കമ്പണൻറ്റ് നാനോ സ്ട്രക്ചേഴ്സിൻ്റെ ടേമിൽ നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതിൽ വരുന്നത്? നാനോ സയൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നാനോ മെറ്റീരിയൽസ് എന്താണെന്ന് പറയാൻ പറ്റും. നാനോ മെറ്റീരിയൽസ് ആർ ദോസ് വിച്ച് കണ്ടെയ്ൻ നാനോ സ്ട്രക്ചേഴ്സ് ആസ് ദെയർ കമ്പണൻറ്റ് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സബ്സ്റ്റൻസിനാണോ അതിൻ്റെ കമ്പണൻറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് നാനോ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ളത് ആ സബ്സ്റ്റൻസിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? നാനോ മെറ്റീരിയൽസ്. അപ്പോൾ ഏതൊക്കെയോ സബ്സ്റ്റൻസിനാണ് നാനോ സ്ട്രക്ചേഴ്സ് കമ്പണൻറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ളത്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കും. ഇനി എന്താണ് ഈ നാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പോൾ ഈ നമ്മളെടുക്കുന്ന സ്ട്രക്ചറിനകത്ത് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ഏതിൻ്റെ ബിറ്റ്വീൻ വരണം? 1 to 100 നാനോമീറ്റർ വരികയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നാനോ സ്ട്രക്ചേഴ്സ്. നിങ്ങളെടുക്കുന്ന സ്ട്രക്ചറിനകത്ത് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ഏതിൽ വരണം? 1 to 100 നാനോമീറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? നാനോ സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ നാനോ സ്ട്രക്ചേഴ്സ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ നോവൽ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ ഫിനോമിന ബിക്കോസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് സൈസ് മാറുന്നതിനനുസരിച്ച് പല ഫിനോമിനാസും ആര് കാണിക്കും? നാനോ സ്ട്രക്ചേഴ്സ് കാണിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിനകത്ത് പറഞ്ഞില്ലേ, പണ്ട് മിഡീവൽ പീരീഡിലുള്ള ടെമ്പിൾസിലൊക്കെ കളേർഡ് ഗ്ലാസ് വരുന്ന എന്ത് യൂസ് ചെയ്യുമ്പോഴാണ്? ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോഴാണ്. അതിൻ്റെ സൈസ് മാറുമ്പോൾ അത് കളർ ഡിഫറൻസും കാണിക്കും. അപ്പോൾ അതുപോലെ തന്നെ നാനോ സ്ട്രക്ചേഴ്സ് എന്ത് കാണിക്കുന്നുണ്ട്? സൈസിനനുസരിച്ച് പല ഫിനോമിനാസ് കാണിക്കും, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നത് കൊണ്ട് നാനോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈലി ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫീൽഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് ടേം? നാനോ ടെക്നോളജി എന്താണ്? അപ്പോൾ നാനോ സയൻസിൻ്റെ ഫീൽഡ്, നാനോ സയൻസ് എന്ന് പറഞ്ഞ ഫീൽഡിൻ്റെ അഡ്വാൻസ് കുറേ കാര്യങ്ങൾ അതിൽ കണ്ടുപിടിച്ച് മുന്നിലേക്ക് പോയി അഡ്വാൻസ് ചെയ്ത് ആ ഫീൽഡ് മുന്നിലേക്ക് പോയപ്പോഴാണ് എന്തിലേക്ക് ലീഡ് ചെയ്തത്? നാനോ ടെക്നോളജിയിലേക്ക് ലീഡ് ചെയ്തത്. ഇനി എന്താണ് നാനോ ടെക്നോളജി? അപ്പോൾ സ്മോൾ നാനോ സ്കെയിലിൽ നടക്കുന്ന എൻജിനീയറിംഗ് ആണ് ഇതിൽ വരുന്നത്? നാനോ ടെക്നോളജിയിൽ വരുന്നത് കേട്ടോ. സ്മോൾ നാനോ സ്കെയിലിൽ നടക്കുന്ന എൻജിനീയറിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ നാനോ സ്ട്രക്ചേഴ്സിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതുതായിട്ടുള്ള മെറ്റീരിയൽസും മെഷീൻസും ഡിവൈസസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്? നമ്മൾ മോഡ് ഓഫ് അവർ ലിവിങ്ങും വർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നാനോ സ്കെയിലുള്ള എൻജിനീയറിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? നാനോ സ്ട്രക്ചേഴ്സിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിവൈസസ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്തിന്? ചേഞ്ച് ദ മോഡ് ഓഫ് ലിവിങ് ആൻഡ് വർക്ക്.
നമ്മുടെ ജീവിതശൈലിയും വർക്ക് ചെയ്യുന്നതിലൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ടേമിനി നാനോ ടെക്നോളജിയാണ്. അപ്പോൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാൽ നാനോ എന്ന് പറഞ്ഞാൽ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ സ്കെയിൽ അല്ലെങ്കിൽ നാനോമീറ്റർ ലെങ്ത് ഡയമെൻഷനിലായിരിക്കും നമ്മൾ എന്തിനെ കുറിച്ച് നാനോ എന്ന് പറഞ്ഞാൽ നാനോമീറ്റർ ലെങ്ത് ഡയമെൻഷനിലായിരിക്കും നമ്മൾ സ്റ്റഡീസ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ നാനോ ടെക്നോളജിയിൽ നമ്മൾ എന്താ ചെയ്യുക, എന്തെങ്കിലും ഡിവൈസസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് അതിനെ ക്യാരക്ടറൈസേഷൻ ചെയ്ത് ഫങ്ഷണലായിട്ട് യൂട്ടിലൈസേഷൻ ചെയ്യുകയാണ് ടെക്നോളജീസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പം നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിനെ കൺട്രോൾ ചെയ്ത് ഏത് സ്കെയിലാണ് ഏത് ഡയമെൻഷനിലാണ് നാനോമീറ്റർ ലെങ്ത് ഡയമെൻഷനിൽ നമ്മൾ സിസ്റ്റംസും ഡിവൈസസൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് ക്യാരക്ടറൈസേഷൻ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാനോ ടെക്നോളജി. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കും. നാനോ ടെക്നോളജി ഈസ് ദ ഡെലിബറേറ്റ് ഡിസൈൻ കൺസ്ട്രക്ഷൻ ക്യാരക്ടറൈസേഷൻ യൂട്ടിലൈസേഷൻ ഓഫ് functional structures, devices and system through the control of matter at the nanometer length dimension, that is at the atomic or molecular scale. മാറ്ററിനെ നാനോമീറ്റർ ലെങ്ത് ഡയമെൻഷനിൽ കൺട്രോൾ ചെയ്ത് നമ്മൾ സിസ്റ്റം ഡിവൈസസ് അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും ക്യാരക്ടറൈസേഷനും യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാനോ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. അപ്പം നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനറി ഏരിയ ആണ്. അത് എന്തിനോടൊക്കെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ഡിസൈപ്പിൾസിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. കെമിസ്ട്രി, ഫിസിക്സ്, ബയോ സയൻസ്, മെറ്റീരിയൽ സയൻസ്, കമ്പ്യൂട്ടേഷണൽ എഞ്ചിനീയറിംഗ്, കൊളോയിഡൽ സയൻസ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനോടൊക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് എന്ത്, നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻലി നമ്മൾ എന്താ ചെയ്യുക, ഒരു പ്രീ ഡിസൈൻഡ് പൊസിഷൻസിൽ നമ്മൾ ആറ്റംസിനെ മോളിക്യൂൾസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പുട്ട് ചെയ്യും. മെക്കാനിക്കൽ കൺട്രോൾ വഴി അതിനെ പ്രീ ഡിസൈൻഡ് പൊസിഷൻസിൽ പുട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ അസംബിൾ ചെയ്ത് ഡിസൈൻ ചെയ്ത് എന്തെങ്കിലും വേറെ സ്ട്രക്ചേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് സ്കെയിൽ വരെ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇത് നാനോ ആണ് പറയുന്നത്. അതിന് ഏത് ലെവലിലേക്ക് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, മാക്രോസ്കോപ്പിക് സ്കെയിലിലേക്ക് വരെ നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റാൻ പറ്റും.